എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവജി ഗുരുവായൂർ. പ്രിയമുള്ളവരെ, കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന മായമ്മ എന്ന സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ സിനിമയുടെ സംവിധായകൻ ശ്രീ രമേഷ് കോറമംഗലം, DOP നവീൻ സാജ്, ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ നമ്പീശനെ അവതരിപ്പിച്ച ജീവൻ ചാക്ക, മറ്റ് അണിയറ പ്രവർത്തകർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പ്രിയമുള്ളവരെ, ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. നമസ്കാരം, ഞാൻ രമേഷ് കുമാർ കോറമംഗലം മായമ്മയുടെ റൈറ്ററും ഡയറക്ടറുമാണ്. പിന്നെ സിനിമ നല്ല രീതിയിൽ പോകുന്നു, ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വളരെ സന്തോഷമുണ്ട്. ആ സിനിമയിൽ DOP നവീൻ, അസോസിയേറ്റ് റാഫി, അതിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്ത നമ്പീശൻ എന്നുള്ളൊരു കഥാപാത്രം ചെയ്ത ജീവൻ ചാക്ക. ചില അസൂയാലുക്കൾ ജീവൻ ചാക്കോ എന്നൊക്കെ വിളിക്കും, അത് കണക്കാക്കണ്ട. ജീവൻ ചാക്ക. പിന്നെ നമ്മുടെ DOPക്ക് പറയാനുള്ളത് എന്താണെന്നുള്ള നമുക്ക് നോക്കാം. നമ്മുടെ ഈ മായമ്മ എന്ന സിനിമ നമ്മുടെ ഒരു ശരിക്കും നല്ലൊരു കൂട്ടായ്മയിലൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഡയറക്ടറും ഞാനും, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ കഴക്കൂട്ടം, റാഫി, നമ്മളെല്ലാവരും ഇതിന് തുടക്കം മുതലേ ഒരുമിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പടം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ നന്നാക്കിയിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അത് കണ്ടിട്ട് നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടത്. എന്ത് തന്നെയായിരുന്നാലും ഇതുവരെയായിട്ടും എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് അഭിപ്രായമായിരുന്നാലും നിങ്ങൾക്ക് പറയാം. അത് ഞങ്ങൾ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കാലഘട്ടത്തിന്റെ കഥയാണ്, ഒരു പ്രണയ കഥയാണ്. പക്ഷെ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളുടെ മൊബൈൽ പ്രണയത്തിന്റെ കഥയല്ല. അതിനു മുൻപേ പരസ്പരം പ്രഥമ ദർശനാനുരാഗം എന്നൊക്കെ പറയും മലയാളത്തിൽ. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഒരു അനുരാഗം മുട്ടിടുക, അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അവരുടെ നോട്ടത്തിലൂടെ, ചിരിയിലൂടെ ഒക്കെ ഉള്ളത് പഴയ കാലത്തെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ അനുഭവം ഉള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പോഴത്തെ ന്യൂജൻ SMS പ്രണയത്തിന് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് അവരും ഇതൊന്ന് കണ്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നേ എനിക്ക് പറയാൻ പറ്റും. അവര് കണ്ട് മനസ്സിലാക്കുന്നതല്ല, അവര് കണ്ട് അത് പണ്ട് ഇങ്ങനെ ആയിരുന്നു, അവര് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കും. അതെ, പണ്ട് നമ്മുടെയൊക്കെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ മൊബൈലൊന്നും ഇല്ലാത്ത സമയത്ത് പ്രണയമൊക്കെ നമ്മളും പ്രണയിച്ചിട്ടുള്ളവരാണ്. അത് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഞാനും അതെ, ജീവനും അതെ, എല്ലാരും പ്രണയിച്ചിട്ടുള്ളവരാണ്, ഈ റാഫി ഉൾപ്പെടെ. ജീവൻ ചാക്ക പറയും, പ്രധാന അനുഭവങ്ങൾ പറയും. എന്നെ വിശ്വസിച്ച് ഈ ഒരു കഥാപാത്രം തന്ന രമേശ് ചേട്ടന് ആദ്യമേ ഞാൻ നന്ദി പറയാണ്. അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ നവീൻ ചേട്ടൻ, പിന്നെ നമ്മളെ പ്രിയ സുഹൃത്തായ അസോസിയേറ്റ് ഡയറക്ടർ റാഫി, എല്ലായിടത്തും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് സന്തോഷം. സിനിമ കാണുമ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവം. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോഴാണ്, ആരും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സന്തോഷം. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിലെ 4 പാട്ടുകളാണ്. അത് ഒരു രക്ഷയില്ലാതെ ഡയറക്ഷൻ സൈഡായിരുന്നാലും ക്യാമറ സൈഡായിരുന്നാലും അടിപൊളിയായിട്ടുണ്ട്. എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകളാണ്. ഈ ഇടക്കാലത്തൊന്നും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഗീതമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജേഷ് വിജയാണ് മ്യൂസിക് ഡയറക്ടർ. BGM പുള്ളിയുടെ തന്നെയാണ്, രാജേഷ്. എന്തായാലും മൊത്തത്തില് ഒരു പാക്കാണ് സിനിമ മായമ്മ. എന്തായാലും നിങ്ങളെല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇനി കണ്ടിട്ടില്ലാത്തവര് കണ്ട് വിജയിപ്പിക്കണം നമ്മുടെ സിനിമ. റാഫിക്ക് അവസരം കൊടുക്കും. എൻ്റെ പേര് റാഫി, ഞാൻ ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. വളരെ മനോഹരമായ ഒരു ട്രഡീഷണൽ മൂവിയാണ്. അതിനെ സ്ക്രിപ്റ്റ് വായിച്ചത് മുതൽ തന്നെ വളരെ ആവേശത്തിലായിരുന്നു. കാരണം കാലഘട്ടത്തിൽ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ച സിനിമയാണ്. നല്ല കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന നല്ലൊരു മനോഹരമായ ചിത്രം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിച്ച ചിത്രമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ചിത്രത്തിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായി കരുതി. പ്രത്യേകിച്ച് എന്നെ ഈ സിനിമയിലോട്ട് കൊണ്ടുവന്ന കൺട്രോളർ അജയ് ഷെഫിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഇതിൽ സ്ഥാനമുറപ്പിച്ചു തന്ന
നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ചീഫ് അസോസിയേറ്റ് കഴിവുണ്ടെത്തും എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി ഉറപ്പായിട്ട് ഈ സിനിമ കാണണം. കാരണം ഇത് കാലഘട്ടത്തിൻ്റെ സിനിമയാണ്, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കാണണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിനിമ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കാണാൻ പറ്റില്ല, പക്ഷെ ഉറപ്പായി നിങ്ങൾ കാണണം. മൊബൈലില്ലാത്തൊരു കാലഘട്ടത്തിൽ ചിത്രീകരിച്ച വളരെ മനോഹരമായി ചിത്രീകരിച്ചതാണ്. പക്ഷെ മൊബൈൽ ഇല്ലാത്ത കാലഘട്ടമാണ് നമ്മൾ ചിത്രീകരിച്ചത്. അത്രേ വ്യത്യാസമുള്ളൂ. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക, വിജയിപ്പിക്കുക. കൈലാസനാഥന്റെ ഇഷ്ടതോരാ കളമതിൽ വാഴുന്ന നാഗരൂപങ്ങളെ പേരറിവായോരഷ്ടനാഗങ്ങളെ